വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെ ഓപ്പറേറ്റർ. അപ്പോൾ എന്താണ് ജെ ഓപ്പറേറ്റർ, വാട്ട് ആർ ദ യൂസസ് ഓഫ് ജെ ഓപ്പറേറ്റർ ഇൻ എ സി സർക്യൂട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകും. അപ്പം മാത്തമാറ്റിക്കലായിട്ട് ജെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജെ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഇമാജിനറി നമ്പർ. ഇറ്റ്സ് വാല്യൂസ് ജെ ഈക്വൽ ടു √-1. സാധാരണ നമ്മൾ സ്മോൾ ലെറ്റർ ഐ വെച്ചിട്ടാണ് ഇമാജിനറി നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാറ്. അതിന് പകരം ഞാനിവിടെ ജെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ജെ ഓപ്പറേറ്ററിന് എ സി സർക്യൂട്ടിൽ ഒരുപാട് യൂസസുകളുണ്ട്. അതൊക്കെ നമുക്ക് പോകുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് ഇറ്റ്സ് എൻ ഇമാജിനറി നമ്പർ ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് ജെനെ ജെ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്? നമ്മൾ സാധാരണ ഒരു ക്വാണ്ടിറ്റിയെ ഓപ്പറേറ്റർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റീൻ്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എന്തെങ്കിലും ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം ജെനെ ജെ ഓപ്പറേറ്റർ എന്ന് വിളിക്കാനുള്ള കാരണം, when j acts on, അല്ലെങ്കിൽ when j operates on a vector, the vector will rotate through a specified angle. അതായത് നമ്മുടെ ഈ ജെ ഓപ്പറേറ്റർ ഒരു വെക്ടറിൻ്റെ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെക്ടറിനെ എന്ത് ചെയ്യും, ജെ ഓപ്പറേറ്റർ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ജെ ഓപ്പറേറ്ററിനെ എന്തെന്ന് വിളിക്കുന്നത്, ജെനെ എന്തെന്ന് വിളിക്കുന്നത്, ജെ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ജെ ക്യാൻ ബി കൺസിഡർഡ് ആസ് എൻ ഓപ്പറേറ്റർ ആസ് ദ ഓപ്പറേഷൻ ഓഫ് ജെ ഓൺ എ വെക്ടർ റിസൾട്ട്സ് ഇൻ ദ റൊട്ടേഷൻ ഓഫ് എ വെക്ടർ ത്രൂ എ സ്പെസിഫൈഡ് ആംഗിൾ. ക്ലിയർ ആയല്ലോ? മാത്രമല്ല, ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു വെക്ടർ കൺസിഡർ ചെയ്യാണ്, വെക്ടർ ഒ എ. ഈ വെക്ടർ ഒ എ ഒരു ഫിഗറും കൂടെ കാണിച്ചോട്ടെ. ഓക്കെ, ഈ വെക്ടർ ഒ എൻ്റെ മുകളിൽ ഞാൻ ജെ സ്ക്വയർ, ജെ അല്ല, ഞാൻ ജെ സ്ക്വയർ ഓപ്പറേറ്റ് ചെയ്യാണ്. അപ്പോൾ ജെ സ്ക്വയർ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ജെൻ്റെ വാല്യൂ എന്താണ്, √-1 ആണ്. അപ്പോൾ ജെ സ്ക്വയർ ആകുമ്പോഴോ √-1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് -1. ശരിയല്ലേ? അപ്പം ജെ സ്ക്വയർ ഒ എ ഈക്വൽ ടു -OA എന്നല്ലേ വരിക? ശരിയല്ലേ? അപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത? -OAയും OAയും തമ്മിലുള്ള റിലേഷൻ എന്താ? OAൻ്റെ ആൻറ്റി പാരലൽ ആണ് ആര്? -OA. ശരിയല്ലേ? ഇനി വേണമെങ്കിൽ ഇതാ ഇവിടെ നോക്കിക്കോളൂ. ഇതാണ് എൻ്റെ വെക്ടർ എന്ന് വിചാരിക്കുക, OA എന്ന് പറഞ്ഞ വെക്ടർ. ഈ വെക്ടറിൻ്റെ മുകളിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ജെ സ്ക്വയർ ഓപ്പറേറ്റർ, അല്ലെങ്കിൽ ജെ സ്ക്വയറിനെ ഞാൻ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്, -OA ആണ്. അതായത് ഇതിൽ നിന്ന് 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വെക്ടറാണ് നമുക്ക് കിട്ടിയത്. ശരിയല്ലേ? അതിന് ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കി, OA' വെച്ചിട്ടാണ്. അപ്പം OAൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് 2 ആയിരുന്നെങ്കിൽ OA' വാല്യൂ എന്തായിരുന്നു, -2 ആയിട്ടുണ്ട്. അപ്പോൾ 180 ഡിഗ്രിയിലേക്ക്, അല്ലെങ്കിൽ 180 ഡിഗ്രിയാണ് എന്ത് ചെയ്യുന്നത്, ജെ സ്ക്വയർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ജെ സ്ക്വയർ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈസി ആയിട്ട് പറയാം, ജെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജെ എത്രയെ റൊട്ടേറ്റ് ചെയ്യുള്ളൂ, 90 റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്നാണ് ഞാൻ ഈ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ദാറ്റ് ഈസ് ദ ഓപ്പറേഷൻ വിത്ത് ജെ സ്ക്വയർ റൊട്ടേറ്റ്സ് എ വെക്ടർ ത്രൂ 180 ഡിഗ്രി. ദസ് ദ ഓപ്പറേഷൻ വിത്ത് ജെ ഓൺ എ വെക്ടർ റൊട്ടേറ്റ്സ് ഇറ്റ് ത്രൂ 90 ഡിഗ്രി. അപ്പോൾ ജെ ഒരു വെക്ടറിൻ്റെ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 90 ഡിഗ്രി എന്ത് ചെയ്യുള്ളൂ, ആ വെക്ടറിനെ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഇനി ജെൻ്റെ വാല്യൂ +J ആയാലും -J ആയാലും എങ്ങനെയാണ് റൊട്ടേഷൻ എന്നുള്ള പറഞ്ഞു. കാരണം റൊട്ടേഷൻ നമുക്ക് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. ഓപ്പറേഷൻ വിത്ത് +J റൊട്ടേറ്റ്സ് ദ വെക്ടർ ത്രൂ 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. അതായത് ജെ വെച്ചിട്ടാണ്, +J വെച്ചിട്ടാണ് നമ്മൾ വെക്ടറിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വെക്ടറിനെ അതെന്ത് ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ -J വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിലോ അത് ക്ലോക്ക് വൈസ് ആയിട്ട് എന്ത് ചെയ്യും, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ നമുക്ക് നോക്കാം. ഇത് ഞാൻ +J വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്താണ്, ഓപ്പറേറ്റ് ചെയ്തതാണ്. അപ്പോൾ +J വെച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ OA എന്ന് പറഞ്ഞ വെക്ടർ എന്ത് ചെയ്തു, 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ +Y അല്ലേ, +Y ഡയറക്ഷനിലേക്ക് വന്നു. ഇനി ഈ OA വെക്ടറിൻ്റെ മുകളിൽ ഞാൻ -J വെച്ചിട്ടാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിലോ അത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ -Y ഡയറക്ഷനിലേക്കായിരിക്കും നമ്മുടെ വെക്ടർ. അപ്പോൾ +J ആണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, -J ആണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിട്ട് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും ത്രൂ ആൻ ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ജെനെ ജെ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, so mathematically we can represent all imaginary number along a line through the origin and perpendicular to the line on which real numbers are expressed. ഒന്നുമില്ല, നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാഫിൽ ഒരു ലൈൻ, ഒരു പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ എക്സ് ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, റിയൽ നമ്പേഴ്സ് വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള y ആക്സിസ് എന്ന് പറയുന്ന സാധനം, y ആക്സിസ് നമുക്ക് എന്ത് ചെയ്യാം,
ഇമാജിനറി നമ്പർ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ, അത്തരത്തിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അർഗൻ ഡയഗ്രം. Okay, so a graph on which both real and imaginary number are expressed is called a Argand diagram. അപ്പോൾ അർഗൻ ഡയഗ്രത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ഇമാജിനറി നമ്പറുകൾ ഈ വൈ ഡയറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു റിയൽ നമ്പർ ആക്സിസ് ആയിരിക്കും. അപ്പം എക്സ് ഡയറക്ഷനിലാണ് ഞാൻ റിയൽ നമ്പർ ആക്സിസ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ വൈ ഡയറക്ഷനിലായിരിക്കും എൻ്റെ ഇമാജിനറി നമ്പറിൻ്റെ ആക്സിസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇതേപോലെ ഇതിൽ നോക്കിയേ, ഇതിലിപ്പോൾ ഞാനിത് റിയൽ നമ്പർ ആക്സിസ് ആണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇമാജിനറി ഏതാ? ഇമാജിനറി ആക്സിസ് ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പം ഇത്തരത്തിലുള്ള ഡയഗ്രത്തിനാൽ, ഇത്തരത്തിലുള്ള ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണിത് അർഗൻ ഡയഗ്രം. അപ്പോൾ ഈ അർഗൻ ഡയഗ്രത്തിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എ സി സർക്യൂട്ടിൻ്റെ അനാലിസിസ് വരുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ എത്രയാണ് ആ ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫേസ് റിലേഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഓപ്പറേറ്റർ ജെ വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഇനി എ ജനറൽ വെക്ടർ ഇൻ ദ അർഗൻ ഡയഗ്രം ക്യാൻ ബി ഒബ്റ്റൈൻഡ് ആസ് ദ വെക്ടർ സം ഓഫ് റിയൽ ആൻഡ് ഇമാജിനറി കോമ്പണന്റ്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ മുന്നേ നമ്മൾ വെക്ടർ ഡയഗ്രം വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ വെക്ടർ ഡയഗ്രം വരയ്ക്കുന്ന പോലെ തന്നെ ഒരു റിയൽ ആക്സിസ് ഉണ്ട്, ഒരു ഇമാജിനറി ആക്സിസ് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പം രണ്ടിലുള്ള വെക്ടറുകളുടെ വെക്ടർ സം ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലുള്ള ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസ് ആണ്, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് റിയൽ ആക്സിസ് ആണ്. അപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ കോംപ്ലക്സ് നമ്പറിന് ഒരു റിയൽ പാർട്ടും ഉണ്ടാവും, ഒരു ഇമാജിനറി പാർട്ടും ഉണ്ടാവും. ശരിയല്ലേ? ഇതിൽ ഈ റിയൽ പാർട്ടിൽ അല്ലെങ്കിൽ റിയൽ കോമ്പണൻറ്റ് ഓഫ് ദ വെക്ടർ എന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ്. ഈ വെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കോംപ്ലക്സ് ആണ് കേട്ടോ. ഓക്കെ, റിയൽ കോമ്പണൻറ്റ് ഓഫ് വെക്ടർ ഈസ് കോൾഡ് റഫറൻസ് ഓർ ഫേസ് കോമ്പണൻറ്റ്. അപ്പോൾ റിയൽ പാർട്ടിനെ വിളിക്കുന്ന പേര് റഫറൻസ് അല്ലെങ്കിൽ ഫേസ് കോമ്പണൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അതേപോലെ ഇമാജിനറീൻ്റെ കോമ്പണൻറ്റിനെ വിളിക്കുന്ന പേര് നമ്മൾ എന്താണ്? ക്വാഡ്രേച്ചർ കോമ്പണൻറ്റ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി യൂസസ് ഓഫ് ജെ ഓപ്പറേറ്റർ ഇൻ എ സി സർക്യൂട്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ യൂസസ് ഓഫ് ജെ ഓപ്പറേറ്റർ ഇൻ എ സി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എ സി സർക്യൂട്ടിൻ്റെ അനാലിസിസ് തന്നെയാണ്. നമ്മൾ മുന്നേ ചെയ്ത അതേ അനാലിസിസ് തന്നെ ജെ ഓപ്പറേറ്റർ വെച്ച് നമുക്ക് ഫേസ് റിലേഷൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് വൺ, എ സി സർക്യൂട്ട് വിത്ത് പ്യുവർ റെസിസ്റ്റൻസ്. നമുക്കറിയാം, ഒരു എ സി സർക്യൂട്ട് വിത്ത് പ്യുവർ റെസിസ്റ്റൻസ് ആണെങ്കിൽ കറണ്ടും ഇ എം എഫ് എന്താണ്? ഇൻ ഫേസ് ആണ്. നോക്കിയേ, ഇത് എക്സ് ആക്സിസ്, ഞാൻ ഇതിനെ എൻ്റെ റിയൽ ആക്സിസ് ആക്കി എടുത്തു, വൈ ആക്സിസ് ഞാൻ ഇമാജിനറി ആക്കി എടുത്തു. പക്ഷേ ഇ എം എഫും കറണ്ടും എന്താണ്? ഒരേ ഡയറക്ഷനിലാണ്, അതായത് ഇമാജിനറി ഇല്ല അല്ലേ? ഇമാജിനറി കോമ്പണൻ്റ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പറയാം, ഇൻ എ സി സർക്യൂട്ട് വിത്ത് പ്യുവർ റെസിസ്റ്റൻസ് ഇ എം എഫ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ്. സോ ഓൺ ദ അർഗൻ ഡയഗ്രാം ബോത്ത് ഇ എം എഫ് ആൻഡ് കറണ്ട് ക്യാൻ ബി റെപ്രസെൻറ്റഡ് അലോങ് ദ റഫറൻസ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് റഫറൻസ് ഡയറക്ഷനിൽ റിയൽ ആക്സിസ് മാത്രം മതി എന്നർത്ഥം. ഓക്കെ, സോ എന്തുകൊണ്ടാണ്? ദർ ഇസ് നോ ഇമാജിനറി കോമ്പണൻറ്റ്. പക്ഷേ അടുത്ത സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് എ സി സർക്യൂട്ട് വിത്ത് പ്യുവർ ഇൻഡക്റ്റൻസ് ഡിസ്കസ് ചെയ്യുമ്പം നമുക്ക് ഇമാജിനറി കോമ്പണൻറ്റ് കൂടെ വരും. ഓക്കെ, നമുക്ക് അറിയാം എ സി സർക്യൂട്ട് വിത്ത് പ്യുവർ ഇൻഡക്റ്റൻസിൻ്റെ പ്രത്യേകത എന്താ? ഇ എം എഫ് ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് ഓഫ് എത്രയാ? π/2. ശരിയല്ലേ? അപ്പോൾ നോക്കി, ഞാൻ അർഗൻ ഡയഗ്രാം വരയ്ക്കാൻ നോക്കുക. ഇതാ റിയൽ ആക്സിസിൽ ഞാൻ കറണ്ട് എടുത്തു. ഇനി കറണ്ടിനേക്കാളും എത്ര ഫേസ് ആണ് മുകളിലാണ് ആര് നിൽക്കുന്നത്? ഇ എം എഫ് നിൽക്കുന്നത് 90 ഡിഗ്രിയിലാണ് അല്ലേ? ലീഡ് ചെയ്യല്ലേ? അപ്പോൾ ലീഡ് ചെയ്യുമ്പോൾ എന്ത് വേണം? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങണം അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങണം, പോസിറ്റീവ് വൈ ആക്സിസിൽ വേണം. അപ്പം നമ്മൾ ഏത് ഓപ്പറേറ്ററായിട്ടോ യൂസ് ചെയ്യണം? പ്ലസ് ജെ ഓപ്പറേറ്ററിനായിട്ട് യൂസ് ചെയ്യണം. അപ്പം ജെ ഇ ആണ് നമ്മുടെ വൈ ഡയറക്ഷനിൽ വരുന്നത്. ഈ ജെ ഇ എന്ന് പറയുന്നത് അതിൻ്റെ ഫേസും കൂടെ ആ 90 ഡിഗ്രി ആണെന്ന് കാണിക്കാനും കൂടെ ഉള്ള ഒരു ഓപ്പറേറ്ററാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇ എം എഫ് അതിൻ്റെ കൂടെ ജെയും കൂടെ ഉള്ളതുകൊണ്ട് ഇ എം എഫ് ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് ഓഫ് π/2 അല്ലെങ്കിൽ 90 ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇ എം എഫ് എഴുതാലോ. ഇ എം എഫ് ഇവിടെ കോംപ്ലക്സ് ഇ എം എഫ് ആണ്. ഇ എം എഫ് ഈക്വൽ ടു ജെ ഇൻറ്റു ഐ എക്സ് സി, വേർ ഐ എന്ന് പറയുന്നത് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ആണ്, എക്സ് ഈസ് ദ ഇൻഡക്റ്റൻസ് അല്ലേ? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ആൻഡ് ജെ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇത് ലീഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ആ ഒരു ഫേസ് കാണിക്കുന്ന ആളാണ് ജെ. സോ E0 ഈക്വൽ ടു ജെ ഇൻറ്റു I0 XL മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആവുന്ന സമയത്ത്, ഓർ E0/I0 ഈക്വൽ ടു, ഇവിടെ നോക്കുക ഇത് കോംപ്ലക്സ് ആയതുകൊണ്ട് ഞാൻ E0/I0 ഞാൻ കോംപ്ലക്സ് XL എന്ന് കൊടുത്തിട്ടുണ്ട്. കോംപ്ലക്സ് XL എന്ന് കൊടുക്കാൻ കാരണം എന്താ? അവിടെ കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ടാണ്. അപ്പം XL അല്ല, XL ബാർ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, ഈക്വൽ ടു ജെ ഇൻറ്റു XL. ഇത് വന്നിട്ടുള്ളത് ഈ I0 ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ബാക്കിയുള്ള ആരാണ്? JXL ആണ്. ആ JXL വിളിക്കുന്ന പേരാണെന്ത്?
എക്സൽ ബാർ അല്ലെങ്കിൽ കോംപ്ലക്സ് എക്സൽ. ഓക്കെ, ഇനി എക്സലിൻ്റെ വാല്യൂ അറിയാലോ, എൽ ഒമേഗ അല്ലേ. സോ എക്സൽ ബാർ ഈക്വൽ ടു ജെ ഇൻറ്റു എൽ ഒമേഗ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ എക്സൽ ബാറിനെയും സാറേ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് തന്നെയാണോ വിളിക്കുന്നത്? അല്ല, എക്സൽ ബാർ അതായത് ജെ എൽ ഒമേഗനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈസ് കോൾഡ് ദ വെക്റ്റർ റിയാക്ടൻസ് ഓഫ് ദ ഇൻഡക്റ്റൻസ് കോയിൽ, അല്ലെങ്കിൽ കോംപ്ലക്സ് വെക്റ്റർ റിയാക്ടൻസ്, കോംപ്ലക്സ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓഫ് ദ ഇൻഡക്റ്റൻസ് കോയിൽ എന്നാണ് വിളിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് കോംപ്ലക്സ് ആയതുകൊണ്ട് നമ്മൾ അതിന് പറയുന്ന പേരാണ് വെക്റ്റർ റിയാക്ടൻസ് അല്ലെങ്കിൽ കോംപ്ലക്സ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സർക്യൂട്ട് ഏതാ? എ സി സർക്യൂട്ട് വിത്ത് പ്യുവർ കപ്പാസിറ്റൻസ്. പ്യുവർ കപ്പാസിറ്റൻസിൻ്റെ കേസിൽ നമുക്കറിയാം, അറഗൻ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കറണ്ട് ലീഡ് ചെയ്യാണോ ലാഗ് ചെയ്യാണോ? കറണ്ട് ലീഡ് ചെയ്യാണ് ഇ എം എഫിനെക്കാളും അല്ലേ, അല്ലെങ്കിൽ നമുക്കറിയാം ഇ എം എഫ് ലാഗ്സ് ദ കറണ്ട് ബൈ എ ഫേസ് ഓഫ് π/2. അപ്പം നമ്മുടെ അറഗൻ ഡയഗ്രത്തിൽ ആരെ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യണം? ഇ എം എഫിൻ്റെ മുകളിൽ മൈനസ് ജെ വെച്ചിട്ട്. സോ എക്സ് ഡയറക്ഷനിൽ ഞാൻ ഐ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഇമാജിനറി ആക്സിസിൽ മൈനസ് ജെ കൊടുത്തിട്ടുണ്ട്, മൈനസ് ജെ ഇ. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് കറങ്ങിയിട്ട് നമ്മളെ റെഫറൻസ് ആയിട്ടുള്ള കറണ്ടിൽ നിന്ന് 90 ഡിഗ്രി താഴെയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഇ ബാർ ഈക്വൽ ടു മൈനസ് ജെ ഇൻറ്റു ഐ ഇൻറ്റു എക്സ് സി. ഓക്കെ, മൈനസ് ജെ എന്ന് പറയാൻ കാരണം എന്താണ്? ലാഗ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, സോ ഇ സീറോ ബാർ ഈക്വൽ ടു മൈനസ് ജെ ഇൻറ്റു ഐ സീറോ എക്സ് സി ആൻഡ് ഇ സീറോ ബൈ ഐ സീറോ, ഇ സീറോ ബാർ ബൈ ഐ സീറോ ഈക്വൽ ടു എക്സ് സി ബാർ ഈക്വൽ ടു മൈനസ് ജെ ഇൻറ്റു എക്സ് സി. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ജെ ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എന്താ? 1/c ഒമേഗ അല്ലേ. സോ മൈനസ് ജെ ബൈ സി ഒമേഗ. ഇനി ഇതിനെ ഞാൻ ഈ ജെനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ ജെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മൈനസ് ജെ ഇൻറ്റു ജെ ഡിവൈഡ് ബൈ ജെ സി ഒമേഗ. മൈനസ് ജെ ഇൻറ്റു ജെ എന്ന് പറയുമ്പോൾ മൈനസ് ജെ സ്ക്വയർ. മൈനസ് ജെ സ്ക്വയറിൻ്റെ വാല്യൂ എന്താ? ജെൻ്റെ വാല്യൂ മൈനസ് റൂട്ട് മൈനസ് 1 ആണ്. അപ്പോൾ ജെ സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കും? -1. പിന്നെ ഒരു മൈനസ് കൂടെ ഉണ്ട്, സോ പ്ലസ് ആയില്ലേ. സോ എക്സ് സി ബാർ ഈക്വൽ ടു 1/jc ഒമേഗ. സോ ഇവിടെ എക്സ് സി അല്ല, എക്സ് സി ബാർ ആണ്. എക്സ് സി ബാർ ഈസ് നോൺ ആസ് കോംപ്ലക്സ് വെക്റ്റർ റിയാക്ടൻസ് ഓഫ് ദ കപ്പാസിറ്റൻസ്. അപ്പം ഇവിടെ ജെ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫേസ് റിലേഷൻ കാണിക്കുന്ന ആളാണ്. അതൊരു കോംപ്ലക്സ് വാല്യൂ ആണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജെ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫേസ് റിലേഷൻ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് AC circuits consisting resistor and inductor in series. LR സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ LR സീരീസ് സർക്യൂട്ട് വരുമ്പോൾ നമുക്ക് നോക്കണം അർഗൻ ഡയഗ്രം എങ്ങനെ വരും. ഇതാ റിയൽ ആക്സിസിൽ കറണ്ട് ഞാൻ റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ കറണ്ട് ത്രൂ അല്ലെങ്കിൽ ഇ എം എഫ് അക്രോസ് ദ റെസിസ്റ്ററും കറണ്ടും എന്താണ്? ഇൻ ഫേസ് ആണ്. അപ്പോൾ ഇ ആറും ഞാൻ ആ റെഫറൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇ എം എഫ് അക്രോസ് ദ ഇൻഡക്ടർ എന്താണ്? ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് ഓഫ് π/2 ആണ്. അപ്പോൾ അവിടെ നമ്മൾ ആര് കൊടുക്കണം? ജെ ഓപ്പറേറ്റർ കൊടുക്കണം, പ്ലസ് ജെ ഓപ്പറേറ്റർ കൊടുക്കണം അല്ലേ. അപ്പം ജെ ഇ എൽ, അതായത് ഇ എൽ എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഇൻഡക്ടർ ആണ്. സോ ജെ ഇ എൽ. അപ്പോൾ അവിടെയും ജെ എന്താണ്? പ്ലസ് ജെ ആണ് കൊടുത്തത്, അതായത് കറണ്ടിനേക്കാളും 90 ഡിഗ്രി ലീഡിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ റിസൾട്ടൻ്റോ? റിസൾട്ടൻ്റ് എന്തായിരിക്കും? നമ്മൾ സാധാരണ വെക്ടർ ചെയ്യുന്ന പോലെ വെക്ടർ സം അല്ലേ, ഇ ആർ പ്ലസ് ജെ ഇ എൽ. So E bar equal to, that is the resultant EMF, E bar complex EMF ആണ്. E bar equal to ER plus JEL. ഇനി ERൻ്റെ വാല്യൂ എന്താ? IR plus J into EL ന് പകരം J into IXL. ഇനി when E equal to E0 ആവുന്ന സമയത്ത് I equal to I0. So E0 bar equal to I0R plus J I0XL. രണ്ട് ടേമിലും I0 ഉണ്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. സോ E0 bar by I0. എന്താ E0 bar by I0? എന്തായിരിക്കും? ആർ പ്ലസ് ജെ ഇൻറ്റു എക്സൽ. ആർ പ്ലസ് ജെ ഇൻറ്റു എക്സൽ. പക്ഷേ ആർ പ്ലസ് ജെ ഇൻറ്റു എക്സൽ എന്താ? E0 ബാർ ബൈ I0 അല്ലേ. അതായത് അവിടെ നമ്മുടെ കോംപ്ലക്സ് ഇമ്പിഡൻസ് ആണ്, സെഡ് ബാർ. ദാറ്റ് ഈസ് കോംപ്ലക്സ് ഇമ്പിഡൻസ്. ഓക്കെ, കോംപ്ലക്സ് വെക്റ്റർ ഇമ്പിഡൻസ് ഓഫ് ദ LR സീരീസ് സർക്യൂട്ടാണ് ആര്? ആർ പ്ലസ് ജെ ഇൻറ്റു എക്സൽ. ഇനി നമ്മൾ LR സീരീസ് സർക്യൂട്ട് മുന്നേ അനലൈസ് ചെയ്താൽ അപ്പോൾ നമുക്ക് കിട്ടിയ ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്തായിരുന്നു? അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്താ കിട്ടിയെന്ന്? √R² പ്ലസ് XL സ്ക്വയർ എന്നാണ് കിട്ടിയത് അല്ലേ. ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കിയേ. ഇതാ R റിയൽ ടേം ഉണ്ട്, പ്ലസ് J ഇൻറ്റു XL. അപ്പം ഇമാജിനറി പാർട്ടിൻ്റെ കോമ്പണൻ്റ് എത്രയാ? XL ആണ്. എങ്ങനെ ഇമാജിനറി നമ്പറിൻ്റെ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക? അതായത് നമ്മൾ പറഞ്ഞത്
ഇമാജിനറിയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇമാജിനറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ളത് ഇപ്പം സപ്പോസ് എ പ്ലസ് ഐ ബി എന്നാണ് നമ്മുടെ ജനറൽ ഫോം എന്ന് വിചാരിക്കുക, ഒരു കോംപ്ലക്സ് നമ്പർ. സപ്പോസ് സി ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി എങ്ങനെ കിട്ടുക? റൂട്ട് ഓഫ് ഇതല്ല ഇതിൻ്റെ നമ്മുടെ റിയൽ പാർട്ട്, അപ്പം എ സ്ക്വയർ പ്ലസ് ഇനി ഇമാജിനറി പാർട്ടിൻ്റെ കോമ്പണൻറ്റ് അത് ബി അല്ലേ, സോ ആ കോമ്പണൻറ്റിൻ്റെ സ്ക്വയർ. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല. അപ്പോൾ ആ ജനറൽ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, റിയൽ ടേം ആറാണ്, കോംപ്ലക്സിൻ്റെ അല്ലെങ്കിൽ ഇമാജിനറിൻ്റെ കോമ്പണൻ്റ് ആരാണ്? എക്സ് എൽ ആണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ. അത് തന്നെയല്ലേ നമുക്ക് മുന്നേ നമ്മൾ LR സീരീസ് സർക്യൂട്ട് ഡിസ്കസ് ചെയ്തപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ജെ ഓപ്പറേറ്റർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമ്പിഡൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് AC സർക്യൂട്ട് കൺസിസ്റ്റിംഗ് റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ ഇൻ സീരീസ്, CR സീരീസ് സർക്യൂട്ട്. CR സീരീസ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കറണ്ടും പൊട്ടൻഷ്യൽ അക്രോസ് റെസിസ്റ്ററും ഇൻ ഫേസ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? റിയൽ ആക്സിസിൽ ഐയും കൊടുത്തു, ERഉം കൊടുത്തു. പക്ഷേ EMF അക്രോസ് ദ കപ്പാസിറ്റർ ലാഗ്സ് ദ കറണ്ട് ആണ്. അപ്പം ഞാൻ ഏത് ഓപ്പറേറ്റർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യണം? -j കൊടുത്താൽ പോരെ. സോ -j ഇൻറ്റു XC. അപ്പം ഇതാണ് ഒരു വെക്ടർ ER. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് ER മൈനസ് j ഇൻറ്റു XC. വെക്ടർ സം ആണ്. ക്ലിയർ? സോ E ബാർ ഈക്വൽ ടു ER മൈനസ് j ഇൻറ്റു EC. ഇവിടെ മൈനസ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു EMF ടേം നമ്മുടെ അപ്ലൈ ചെയ്ത കറണ്ടിനേക്കാളും ലാഗിങ് ആണ് ബൈ എ ഫേസ് ഓഫ് π/2 എന്നുള്ളത്. ഓക്കെ, സോ E ബാർ ഈക്വൽ ടു I ഇൻറ്റു R മൈനസ് j ഇൻറ്റു IXC. E0 ആക്കി കഴിഞ്ഞാലോ, E0 ബാർ ഈക്വൽ ടു I0 R മൈനസ് j ഇൻറ്റു I0 XC. ആൻഡ് അഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ E0 ബാർ ബൈ I0 ഈക്വൽ ടു R മൈനസ് j ഇൻറ്റു XC. ക്ലിയർ? ഇനി ഇതെന്താണ്? E0 ബാർ ബൈ I0 എന്താ? കോംപ്ലക്സ് ഇമ്പിഡൻസ് ആണ്, വെക്ടർ അല്ലെങ്കിൽ കോംപ്ലക്സ് വെക്ടർ ഇമ്പിഡൻസ് ആണ്. ശരി, ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡോ? നമ്മൾ നേരത്തെ പറഞ്ഞു ജനറലായിട്ട് കോംപ്ലക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് XC സ്ക്വയർ അല്ലേ. ആർ സ്ക്വയർ പ്ലസ് XC സ്ക്വയറിനല്ലേ കിട്ടുക? എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മുടെ ഇമാജിനറിൻ്റെ കോമ്പണൻ്റ് ആരാ? XC അല്ല, മൈനസ് XC ആ. അപ്പോൾ റൂട്ട് ഓഫ് ആർ സ്ക്വയർ റിയൽ ടേം ആയിട്ടുള്ള ആർ സ്ക്വയർ പ്ലസ് മൈനസ് XC ഹോൾ സ്ക്വയർ. മൈനസ് XC ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിംപ്ലി XC സ്ക്വയർ. അതുകൊണ്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സെഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് XC സ്ക്വയർ. എഗെയിൻ നമ്മൾ CR സീരീസ് സർക്യൂട്ട് ചെയ്തപ്പം കിട്ടിയ അതേ ഇമ്പിഡൻസ് വാല്യൂ. നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു റഫായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി കൺഫേം ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഏതാ? LC അല്ലേ. LC സീരീസ് സർക്യൂട്ട്. അപ്പോൾ LC സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ നമുക്ക് ഫേസ് റിലേഷൻ അറിയാം. എന്താണ്? EMF across the inductor leads the current by a phase of π/2. EMF across the capacitor lags the current by a phase of π/2 അല്ലേ. അപ്പം നമ്മുടെ റഫറൻസ് ആക്സിസിൽ ഞാൻ കറണ്ട് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ജെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ ആരെ കൊടുക്കും? EL കൊടുക്കും. സോ പ്ലസ് ജെ EL. ഇനി EMF across the inductor അല്ലെങ്കിൽ വോൾട്ടേജ് across the capacitor എന്താണ്? ലാഗ്സ് ദ കറണ്ട് ആണ്. അപ്പം -j ഇൻറ്റു EC. അപ്പം രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്കറിയാം j ഇൻറ്റു EL മൈനസ് ആര് വരും? അല്ലെങ്കിൽ വെക്ടർ സം കൊടുത്താൽ പോരെ. വെക്ടർ സം കൊടുത്ത് നോക്കൂ. അപ്പോൾ j ഇൻറ്റു EL മൈനസ് j ഇൻറ്റു EC. അത് വെക്ടർ സം ആയതുകൊണ്ട് കേട്ടോ മൈനസ് തന്നെ അവിടെ കിടക്കുന്നത്. അപ്പം j ഇൻറ്റു EL മൈനസ് EC. അതാണ് നമ്മുടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസൾട്ടൻ്റ് EMF എന്ന് പറയുന്നത്. സോ E ബാർ ഈക്വൽ ടു JEL മൈനസ് j ഇൻറ്റു EC. ശ്രദ്ധിക്കുക, ഇവിടെ മൈനസ് ഞാൻ എന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ്. പക്ഷേ ഈ വെക്ടറിൻ്റെ വാല്യൂ ഇതാണ്, ഈ വെക്ടറിൻ്റെ വാല്യൂ ഇതാണ്. അതിൻ്റെ വെക്ടർ സം എന്ന് പറയുമ്പോൾ രണ്ടിനും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ മൈനസ് അതേപോലെ വന്നതാണ് കേട്ടോ. സോ ദിസ് ഇസ് ഈക്വൽ ടു ജെനെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ j ഇൻറ്റു EL മൈനസ് EC. ELൻ്റെ വാല്യൂ I ഇൻറ്റു XL ആണ്, ECൻ്റെ വാല്യൂ I ഇൻറ്റു XC ആണ്. സോ E0 ബാർ ഈക്വൽ ടു j ഇൻറ്റു I0 XL മൈനസ് I0 XC. രണ്ടിലും I0 കോമൺ ആണ്. സോ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ E0 ബാർ ബൈ I0 ഈക്വൽ ടു എന്താണ്? Z ബാർ, കോംപ്ലക്സ് വെക്ടർ ഇമ്പിഡൻസ് അല്ലേ. Z ബാർ ഈക്വൽ ടു
ജെ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് സി, അതല്ലേ ബാക്കിയുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡോ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ഇവിടെ ഇമാജിനറി ടേം മാത്രമേ ഉള്ളൂ. അതിൻ്റെ കോമ്പണൻ്റ് ആരാ? എക്സ് എൽ മൈനസ് എക്സ് സി. സോ ദാറ്റ് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ്. ഇനി വേണമെങ്കിൽ നിങ്ങൾ മറ്റേ ഫോർമുല യൂസ് ചെയ്തോളൂ, എന്നാലും കുഴപ്പമില്ല. മറ്റേ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ പാർട്ടില്ല, ഇമാജിനറി പാർട്ടിൻ്റെ കോമ്പണൻ്റ് എക്സ് എൽ മൈനസ് എക്സ് സി ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ വരും. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ സ്ക്വയർ കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമുക്ക് ആ റൂട്ടും സ്ക്വയർ ഒഴിവാക്കുക. സോ എക്സ് എൽ മൈനസ് എക്സ് സി. ഓക്കെ, നൗ എൽ സി ആർ സീരീസ് സർക്യൂട്ട്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ജെ ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സാധാരണ നമ്മൾ വെക്ടർ ഡയഗ്രാം വരയ്ക്കുന്ന പോലെ തന്നെയാണ് ഈ ജെ ഓപ്പറേറ്റർ വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഫേസ് റിലേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്ലസ് ജെയും മൈനസ് ജെയും വെച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കുക, എൽ സി ആർ സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ ഐയും ഇ ആറും ഇൻ ഫേസ് ആണ്. ഇനി ഇ എല്ലോ ലീഡിങ് ആണ് അല്ലേ? അപ്പോൾ ജെ ഇ എൽ പോസിറ്റീവ് ഐ ഡയറക്ഷനിൽ, മൈനസ് ജെ ഇ സി നെഗറ്റീവ് ഐ ഡയറക്ഷനിൽ. ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ജെ ഇൻറ്റു ഇ എൽ മൈനസ് ഇ സി. ക്ലിയർ? അപ്പം ഇതാണ് ഒരു വെക്റ്റർ. ഇപ്പം ഇത് ഇ ആർ അടുത്ത വെക്റ്റർ. സോ റിസൾട്ടൻ്റ് എന്തായിരിക്കും? ഇ ആർ പ്ലസ് ജെ ഇൻറ്റു ഇ എൽ മൈനസ് ഇ സി. ക്ലിയർ? സോ ഇ ബാർ ഈക്വൽ ടു ഇ ആർ പ്ലസ് ജെ ഇൻറ്റു ഇ എൽ മൈനസ് ഇ സി. ഇനി ഇ ആറിൻ്റെയും ഇ സിൻ്റെയും ഇ എല്ലിൻ്റെയും വാല്യൂ കൊടുത്തു. അതാണ് ഈ ഇക്വേഷൻ ഐ ആർ പ്ലസ് ജെ ഇൻറ്റു ഐ എക്സ് എൽ മൈനസ് ഐ ഇൻറ്റു എക്സ് സി. ഓക്കെ, പിന്നെ ഞാൻ എന്ത് ചെയ്തു? കറണ്ട് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. സോ ആർ പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് സി. ഇനി ഇ സീറോ ബാർ ഈക്വൽ ടു അപ്പോൾ എന്താവും? ഐ സീറോ ഇൻറ്റു ആർ പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് സി. സോ ഇ സീറോ ബാർ ബൈ ഐ സീറോ ഈക്വൽ ടു കോംപ്ലക്സ് വെക്റ്റർ ഇംപിഡൻസ് സെഡ് ബാർ ഈക്വൽ ടു ആർ പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് സി. ആൻഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡോ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഫോർമുല അതേപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി സ്ക്വയർ. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് എൽ സി ആർ സീരീസ് സർക്യൂട്ടിൻ്റെ ടോട്ടൽ ഇംപിഡൻസ് ആയിട്ട് മുന്നേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ സി ആർ പാരലൽ സർക്യൂട്ട്. അപ്പോൾ എൽ സി ആർ പാരലൽ സർക്യൂട്ട് ആവുന്ന സമയത്ത് എന്താണ് കോമൺ ആയിട്ടുള്ളത്? കോമൺ ആയിട്ട് എല്ലാ കോമ്പണൻറ്റിലേക്കും പോകുന്നത് ഇ എം എഫ് ആണ്, പാരലൽ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ റെഫറൻസ് ആക്സിസിൽ നമ്മൾ ഇ എം എഫ് ആണ് കൊടുക്കുന്നത്. കറണ്ടിൻ്റെ ലീഡിങ് ലാഗിങ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അറഗൻ ഡയഗ്രത്തിൽ കാണിക്കാൻ പോകുന്നത്. സോ റെഫറൻസ് ആക്സിസിൽ ഞാൻ ഇ എം എഫ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇ ആൻഡ് ഐ ആർ ആർ ഇൻ ഫേസ് അല്ലേ? അപ്പം ഇയും ഐ ആറും ഞാൻ റെഫറൻസ് ഫേസിൽ കൊടുത്തു. ഇനി കറണ്ട് അക്രോസ് ദ കപ്പാസിറ്റർ ലീഡ്സ് ദ ഇ എം എഫ് ആ. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലസ് ജെ ഐ സി എവിടെ കൊടുക്കേണ്ടത്? പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ അല്ലേ? അപ്പോൾ ജെ ഐ സി. ഇനി കറണ്ട് അക്രോസ് ദ ഇൻഡക്ടർ എന്താണ്? ലാഗ്സ് ദ അപ്ലൈഡ് ഇ എം എഫ് ആ. അപ്പോൾ മൈനസ് ജെ ഇൻറ്റു ഐ എൽ. ആൻഡ് ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് എന്തായിരിക്കും? ജെ ഇൻറ്റു ഐ സി. ഇത് മൈനസ് അല്ല, അപ്പോൾ മൈനസ് ഐ എൽ. സോ ജെ ഇൻറ്റു ഐ സി മൈനസ് ഐ എൽ ആയിരിക്കും ജെ ഐ സിൻ്റെയും മൈനസ് ജെ ഐ എല്ലിൻ്റെയും റിസൾട്ടൻ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതൊരു വെക്ടറായി ഐ ആർ ഇതുണ്ട്. സോ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ത് വരും? ഐ ആർ പ്ലസ് ജെ ഇൻറ്റു ഐ സി മൈനസ് ഐ എൽ. സോ ദ റിസൾട്ടൻ്റ് കറണ്ട് ഐ ഈക്വൽ ടു ഐ ആർ പ്ലസ് ജെ ഇൻറ്റു ഐ സി മൈനസ് ഐ എൽ. ഐ ആറിൻ്റെ വാല്യൂ എന്താ? ഇ ബൈ ആർ പ്ലസ് ജെ ഇൻറ്റു ഐ സി ഇ ബൈ എക്സ് സി മൈനസ് ഐ എൽ ഇ ബൈ എക്സ് എൽ. എല്ലാ ടേമിലും ഇ കോമൺ ഉണ്ട്. അതിന് മുന്നേ ഞാൻ ഇതിനെ ഐ ഈക്വൽ ടു ഐ സീറോ ആക്കി കഴിഞ്ഞാൽ ഇ ഈക്വൽ ടു എന്ന് എനിക്ക് ആക്കാം? ഇ സീറോ ആക്കാം അല്ലേ? അപ്പം ഐ ഈക്വൽ ടു ഐ സീറോ, ഇ ഈക്വൽ ടു ഇ സീറോ. സോ ഐ സീറോ ബാർ ബൈ ഇ സീറോ എന്ത് വരും? 1 by r plus j into 1 by xc minus 1 by xl. So I0 bar by E0 equal to 1 by r plus j into 1 by xc minus 1 by xl. ശരിയല്ലേ? ഇനി ഇതാരാ? Z bar ആണോ? അല്ല, റെസിപ്രോക്കൽ ഓഫ് Z bar അല്ലേ? അപ്പോൾ 1 by Z bar. 1 by Z bar എന്താ? 1 by Z എന്താ? റെസിപ്രോക്കൽ ഓഫ് ഇമ്പിഡൻസ് എന്താ? അഡ്മിറ്റൻസ് ആ. ഇതോ കോംപ്ലക്സ് അഡ്മിറ്റൻസ് വരും. സോ y bar ഈക്വൽ ടു 1 by r plus j into 1 by എക്സിൻ്റെ വാല്യൂ എന്താ? 1 by c ഒമേഗ മൈനസ് 1 by എൽ ഒമേഗ. എക്സലിൻ്റെ വാല്യൂ എൽ ഒമേഗ ആയതുകൊണ്ട് അല്ലേ? സോ ഇതിനൊന്നും കൂടെ ഞാൻ റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പം ഈ സി ഒമേഗ ന്യൂമറേറ്റർ പോവും. സോ y bar ഈക്വൽ ടു 1 by r plus j into c ഒമേഗ മൈനസ് 1 by എൽ ഒമേഗ. നോ വാട്ട് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് അഡ്മിറ്റൻസ് എന്തായിരിക്കും? വെക്ടർ അഡ്മിറ്റൻസ് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് y bar ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ ടേം 1 by r അല്ലേ? അപ്പോൾ 1 by r സ്ക്വയർ പ്ലസ് ഇനി കോമ്പണൻ്റ് ഓഫ് ഇമാജിനറി നമ്പർ ഏതാ?
സി ഒമേഗ മൈനസ് 1 ബൈ എൽ ഒമേഗയാണ്. സോ പ്ലസ് സി ഒമേഗ മൈനസ് 1 ബൈ എൽ ഒമേഗ ഹോൾ സ്ക്വയർ. So this will be the magnitude of admittance in the case of LR parallel circuit. Sorry, LR അല്ല LCR parallel circuit. അപ്പോൾ ഈ റിസൾട്ടുകളൊക്കെ നമ്മൾ ജെ ഓപ്പറേറ്റർ വെച്ചപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത്, ഈ ചെയ്ത കാര്യത്തിലൊക്കെ നമ്മൾ ജെ ഓപ്പറേറ്ററിന് നമ്മൾ ആ ഫേസ് റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്തത്. മാത്രമല്ല അങ്ങനെ ചെയ്ത സമയത്തും നമുക്ക് ലാസ്റ്റ് കിട്ടിയ റിസൾട്ടുകളൊക്കെ എന്ത് തന്നെയാണ്, നമ്മൾ തിയററ്റിക്കലായിട്ടും വെക്ടർ ഡയഗ്രത്തിൽ നമ്മൾ സോൾവ് ചെയ്ത് കിട്ടിയ അതേ ആൻസറുകൾ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അറഗൻ ഡയഗ്രാം യൂസ് ചെയ്യുന്നത് മാത്രം. അറഗൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ആക്സിസ് റിയൽ ആക്സിസ് ആയിരിക്കും, ആ റിയൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് എന്നായിരിക്കും ഇമാജിനറി ആക്സിസ് ആയിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രം. ഓക്കെ.